സൈബർ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു ഹാക്കർ എങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ പാസ്വേഡ് ഹാക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ അറ്റാക്കിൻ്റെ പേര് ഫിഷിംഗ് അറ്റാക്ക് എന്നാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ലാബിലേക്ക് പോകാം. നമ്മുടെ ലാബിലെ കാലിനെക്സ് റണ്ണിങ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിങ് വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കോപ്പി ഹാക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ആ ഒരു കോപ്പി വിക്ടിമിന് അയച്ചു കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാർണിംഗ് മെസ്സേജ്, ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്നോ പറഞ്ഞ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഹാക്കർ വിക്ടിമിന് അയച്ചു കൊടുക്കും. അപ്പോൾ വിക്ടിം സ്വാഭാവികമായിട്ടും അത് ഓപ്പൺ ആക്കി നോക്കാൻ നേരത്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വിക്ടിം അതിനകത്ത് കയറി ലോഗിൻ ചെയ്യാൻ നേരത്ത് ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം ഈ അറ്റാക്കറിൻ്റെ സെർവറിനകത്ത് ലോഗ്ഡിൻ ആവും. ആ ക്രെഡൻഷ്യലെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അറ്റാക്കർ നേരെ ആ ബാങ്കിങ് വെബ്സൈറ്റിനകത്ത് ലോഗിൻ ആവും, യൂസർ എന്നുള്ള രീതിക്ക് ലോഗിൻ ആവും. ഇതാണ് ഫിഷിംഗ് അറ്റാക്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷിംഗ് അറ്റാക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റാണ്. കാലി ലിനക്സിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എക്സ്പ്ലോയിറ്റേഷൻ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ടെർമിനലിനകത്ത് SC ടൂൾ കിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ടൂള് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതൊരു അടിപൊളി ടൂളാണ്. ഇതിനകത്ത് ഒത്തിരി പെൻട്രേഷൻ ടെസ്റ്റിങ്ങിനും അതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സിനായിട്ട് ഒത്തിരി ടൂൾസുകൾ, ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് മെനുവിൽ വരുന്നത്. നമുക്ക് ഫസ്റ്റ് മെനുവിൽ നമ്മൾ SC ടൂൾ കിറ്റ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ്, പെൻട്രേഷൻ ടെസ്റ്റിങ്, തേർഡ് പാർട്ടി മൊഡ്യൂൾസ്, അപ്ഡേറ്റ് ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ്, അപ്ഡേറ്റ് SCT കോൺഫിഗറേഷൻ, ഹെൽപ്പ്, ക്രെഡിറ്റ്സ് ആൻഡ് അബൌട്ട്. അപ്പോൾ നമ്മളിതിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 സെലക്ട് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടേഴ്സ് ആണ്. അപ്പോൾ 2 സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത് പിന്നെയും കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യം ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ അറ്റാക്ക് മെത്തേഡാണ്. അപ്പോൾ അതിനായിട്ട് 3 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെയും അടുത്ത് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ക്ലോൺ ചെയ്യേണ്ടത്, വെബ്സൈറ്റ് ക്ലോൺ ചെയ്യാനോ അല്ലെ ടെംപ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കസ്റ്റം എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലോൺ ചെയ്യാനുള്ള സൈറ്റ് ക്ലോണറാണ് സെലക്ട് ചെയ്യുന്നത്. 2 പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ പാസ്വേഡ് എല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിനകത്ത് കാണിക്കാൻ, ടെർമിനലിനകത്ത് കാണിക്കാൻ, ഈ ടൂളിനകത്ത് കാണിക്കാനായിട്ട് നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കണം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. നമുക്കിത് ഇൻ്റർനെറ്റിനകത്ത് വർക്ക് ചെയ്യുന്നതല്ല, എൻ്റെ നെറ്റ്വർക്കിനകത്ത് തന്നെയാണ് ഇത് വർക്കാവുന്നത്. ഈ ഒരു ലാബിനകത്ത് തന്നെയാണ് ഈ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടണലിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 10.0.2.15 നിങ്ങളുടെ IP അഡ്രസ്സ് വ്യത്യാസം കാണാം. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അടുത്ത് ചോദിക്കുന്നത് എൻ്റർ ദ URL ടു ക്ലോൺ. നമുക്ക് ക്ലോൺ ചെയ്യാനുള്ള URL ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ URL ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാൻ നേരത്ത് ക്ലോണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോഗിൻ പേജ് വേണം. ലോഗിൻ പേജ്, ഇൻഡെക്സ് പേജാണ് ഇപ്പോൾ ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ അറ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ വിൻഡോസ് 10 മെഷീനകത്ത് ലോഗിൻ ആവുകയാണ്. എൻ്റെ ഇതിൻ്റെ ബ്രൗസറിനകത്ത് IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 10.0.2.15. ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് നമ്മൾ വളരെ ഈസി ആയിട്ട് ക്ലോൺ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഫേസ്ബുക്കിൻ്റെ അതേപോലെ നമുക്കിവിടെ ഈസി ആയിട്ട് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റി.
അപ്പോൾ ഇതിനകത്ത് ഞാനിനി പാസ്വേഡൊക്കെ കൊടുക്കാൻ നേരത്തെ എങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് SE ടൂൾക്കിനകത്ത് വരുന്നത് എന്നുള്ള റിസൾട്ട് വരുന്നതെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലോഗിനിൽ എൻ്റെ യൂസർ നെയിം സൈബർ വേൾഡ് എന്ന് കൊടുത്തു, പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്തു, ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുക്കാൻ നേരത്തെ ഇവിടെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേജ് റീഡയറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഫിഷിംഗ് പേജ് ആണെന്ന്. അല്ലെങ്കിലും ഒരു IP അഡ്രസ്സ് അടിച്ച് നമുക്ക് ഇതിനകത്ത് കയറാൻ ആരും അങ്ങനെ കയറത്തില്ല. അപ്പോൾ അതിന് വേറെ കുറേ ടെക്നിക്സൊക്കെ ഉണ്ട്. ആൾക്കാരെ അതിനകത്ത് സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്ത് നമുക്ക് ഈ ഒരു നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതിനകത്ത് പാസ്വേഡ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, പാസ്വേഡ് യൂസർ നെയിമും. അപ്പോൾ ദാ ഇവിടെ ഇമെയിലിൻ്റെ അവിടെ സൈബർ വേൾഡ് ഞാൻ കൊടുത്ത അതേ ഇമെയിൽ തന്നെയാണ്. പാസ്വേഡിൻ്റെ അവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ആണ് ഞാൻ പാസ്വേഡായിട്ട് കൊടുത്തത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പാസ്വേഡ് എടുക്കാൻ പറ്റിയത്. ഇത് ഞാൻ വളരെ ചെറിയ രീതിയിൽ, അതായത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. കുറേ കൂടെ കോംപ്ലക്സ് ആക്കി ആണ് നമ്മുടെ ഹാക്കേഴ്സൊക്കെ ഇൻ്റർനെറ്റിനകത്ത് ഇങ്ങനെയുള്ള ഫിഷിംഗ് പേജുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, സെർവേഴ്സിനകത്തൊക്കെ അപ്ലോഡ് ചെയ്തിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻസിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.